വിദേശ അക്കൗണ്ട് ആരോപണം കള്ളക്കഥയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ശാസ്കിരനെ അറിയില്ല, ആദ്യമായാണ് പേര് കേൾക്കുന്നത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമോ എന്ന് പാർട്ടിക്ക് ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഭയവുമില്ലെന്നും വരുന്നിടത്ത് വെച്ച് കാണുമെന്നുമായിരുന്നു പ്രതികരണം. ഞാൻ പറഞ്ഞില്ലേ, കമല ഇന്റർനാഷണൽ പോലത്തെ ഒരു കഥയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ടെന്നുള്ള ശരിയാണ്. അത് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. എൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിച്ചത് പാർട്ടിയാണ്. ഇവിടുന്ന് പാർട്ടി അക്കൗണ്ടിലെ പൈസ അവിടെ ആസ്പത്രിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഒരാളും ഒരു നയാ പൈസയും എൻ്റെ യാത്രയ്ക്ക് വേണ്ടി വഹിച്ചിട്ടില്ല, ഒരു ചെലവും വഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടാക്കി പറയുന്നുള്ളത്? അത് ഉണ്ടാക്കുന്നവരോട് ചോദിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാരാ അദ്ദേഹത്തിന് ആർക്കറിയാം? ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഓരോരാൾ വരും. എനിക്കറിയില്ല, അയാളെ പേരിപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കുക. സ്വപ്ന സുരേഷിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പാർട്ടിക്ക് ഇതിലൊന്നും ആശങ്കയില്ല. ഏത് ഏജൻസി എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞങ്ങൾക്കതൊന്നും ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് ബിജെപിയുമായി ബന്ധമുള്ളവരിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലച്ചത്. മുഖ്യമന്ത്രിക്കെതിരായ പ്രചാരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുമെന്നും കോടിയേരി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സജിത്ത്, ആരോപണം മാത്രമാണ് ഉന്നയിച്ചതെങ്കിൽ അത് കോടതിയിലേക്ക് കൊണ്ടുപോകാം, അതിനുള്ള വകുപ്പുകളുണ്ട്, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പം സമയം മുൻപ് വരെ ചോദിച്ചത്. നിയമപരമായി പ്രതിരോധിക്കുക അതോ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കുക, എന്താണ് CPM ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. വളരെ ആസൂത്രിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. BJPയും കോൺഗ്രസും ഇതിൽ പങ്കാളികളാകുന്നു. BJP മാത്രമല്ല, സ്വപ്ന സുരേഷിന് പിന്നിലുള്ളത് മറ്റു ചില ശക്തികളുമുണ്ട് എന്നതാണ് CPM വിലയിരുത്തൽ. കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയതും അതാണ്. രഹസ്യമൊഴി നൽകി അതിന്റെ നിയമസാധ്യതകളിലേക്ക് കടന്നു പോകുന്നതിന് പകരം ഈ രഹസ്യമൊഴി എന്ന പേരിൽ ചില പ്രസ്താവനകൾ നടത്തി അത് ചർച്ചയാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിടാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണം തടസ്സപ്പെടുത്തുക, സംസ്ഥാനത്ത് ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാക്കി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ചില രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് CPM സംശയിക്കുന്നത്. ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ, ഷാജ്കിരൺ എന്ന വ്യക്തിയുടെ കടന്നുവരവ്, ഇക്കാര്യങ്ങളിലൊന്നും പാർട്ടിക്ക് ഒരു പങ്കുമില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല, ഷാജ്കിരനെ നേരത്തെ അറിയില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിവാദങ്ങളെല്ലാം കൃത്യമായി പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം തീയതി തീരുമാനിച്ച ശേഷം സംസ്ഥാന വ്യാപകമായി നയവിശദീകരണ യോഗങ്ങൾ നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിലെ തങ്ങളുടെ നിലപാട് പറയാനാണ് നീക്കം. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേന്ദ്രീകരിച്ച് അവരെ അപകീർത്തിപ്പെടുത്തുന്നതിന് ബോധപൂർവമായ നീക്കമുണ്ട് എന്ന് CPM സംശയിക്കുന്നു. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. അത് ഒരിഞ്ചു പോലും പിറകിലോട്ട് പോവുകയില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയമായി വിശദീകരിക്കുമ്പോഴും പ്രതിപക്ഷം സമരവുമായി മുന്നോട്ട് പോകും. ആ സമരത്തിനെതിരെ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കപ്പെടുകയുമില്ല. ഏത് രീതിയിൽ അത് പ്രതിരോധിക്കാൻ കൂടിയാണ് പാർട്ടി കരുതുന്നത്? രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. ഒന്ന്, ഈ ഷാജ്കിരൺ എന്ന വ്യക്തി മുഖ്യമന്ത്രിയും മറ്റു സർക്കാർ സംവിധാനങ്ങളുമായി അടുത്ത ബന്ധമുണ്ടോ എന്ന് പറയുന്നു. കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിക്കും വിദേശ ഫണ്ടുണ്ട്, അവർക്ക് പണം കടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇത്ര രീതിയിൽ ആരോപണം ഉന്നയിച്ചു വ്യക്തിയെ എന്ത് നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കും എന്ന തരത്തിലാവണം പാർട്ടി നിലപാട് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. മറ്റൊന്നുകൂടി ഉള്ളത്, ഈ സരിത്തിനെതിരെ നടപടി, അതായത് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി ഫോൺ പിടിച്ചുവെച്ച സംഭവം,
അത് ഒരു സ്വാഭാവിക നടപടി എന്നതാണ് ഇടതുമുന്നണിയുടെ CPM-ന്റെ വിശദീകരണം. കാരണം വിജിലൻസ് ആക്ട് പ്രകാരം ഏത് ഏജൻസിക്കും ഏത് ഘടകത്തിനും നിലവിൽ ഈ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരത്തെ യൂണിറ്റാണ്. പക്ഷേ പാലക്കാട് യൂണിറ്റാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അത്തരത്തിൽ ഏത് യൂണിറ്റിനും കസ്റ്റഡിയിലെടുക്കാൻ അധികാരമുണ്ട് എന്നതാണ് CPM-ന്റെ വിശദീകരണം. അതുകൊണ്ട് അതൊരു അസ്വാഭാവിക നടപടിയല്ല, സ്വാഭാവികമായ നടപടിയുടെ ഭാഗമായിട്ടാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നും CPM വിശദീകരിക്കുന്നു. എന്തായാലും ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുക തന്നെയാണ് CPM-ന്റെ തന്ത്രം. ഒപ്പം തന്നെ ഷാജ് കിരൺ അടക്കമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് ശേഷം കടന്നുവന്ന പുതിയ വ്യക്തിത്വങ്ങളുമായി തങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന നിലപാടും CPM വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായും നിയമപരമായും കൂടി പ്രതിരോധിക്കാൻ CPM വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു.